അതെ, അടുത്ത ഓക്കെ. അത് കിളി ടൂത്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. അതെ. തുടക്കം മുതലുള്ള സ്റ്റാഫിനെയും പുതിയതായി വന്ന സ്റ്റാഫിനെയും വർഷങ്ങൾ പഴക്കമുള്ള കസ്റ്റമേഴ്സിനെയും പുതിയതായി എത്തുന്ന കസ്റ്റമേഴ്സിനെയും ഒരേപോലെ ഒരുപോലെ സ്നേഹിക്കാനും ആ ബന്ധം മുറിയാതെ ഇന്നും കാത്തു സൂക്ഷിക്കാനും എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ചോദിക്കുന്നത് എനിക്കറിയാവുന്ന കാര്യമായെങ്കിലും അതറിയാൻ സെയിം ആളുടെ തന്നെ ക്വസ്റ്റ്യനാണ്. അതറിയാൻ ആഗ്രഹിക്കുന്ന പലർക്കും വേണ്ടിയിട്ടാണെന്ന്. അമ്മ, ഭാര്യ, മകൾ, മരുമകൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, ടീച്ചർ, മോഡൽ, സഹപ്രവർത്തകർ, അതിലുപരി സ്വന്തം ഇഷ്ടങ്ങൾ ഈ രീതിയിലെല്ലാം ഒരുപോലെ എത്തിപ്പെടാൻ എങ്ങനെ സമയം കണ്ടെത്തുന്നു, ഇതിന് വേണ്ടിയിട്ട് മുന്നൊരുക്കങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കിളി, താങ്ക് യു കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ, വളരെ വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ. ഇത്രയും നേരം ഇരുന്ന് ടൈപ്പ് ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തതിന് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ പഴയ സ്റ്റാഫ്. ഓക്കെ. അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ കുറേ ഫിനാൻഷ്യൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ എല്ലാ ഡൗൺസിലും എനിക്ക് ഒരുപാട് റിലേഷൻസ് ഉണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ തന്നെ മാക്സിമം ഞാൻ ഒരുപാട് സിൻസിയറായിട്ടാണ് ഞാൻ അങ്ങോട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും കൂടെ ഉള്ള എല്ലാവരും തന്നെ എപ്പോഴും ഒരു സപ്പോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും വീട്ടിലൊക്കെ പറയുന്ന കാര്യമാണ്, നമ്മൾ എത്ര ഫിനാൻഷ്യലി ഡൗൺ ആയാലും നമ്മളെപ്പോഴും റിലേഷൻസിൽ ഭയങ്കര റിച്ച് ആണെന്ന്. കുറേ നല്ല നല്ല ബന്ധങ്ങൾ കൊണ്ട് ഭയങ്കര സമ്പന്നതയിലാണ് എപ്പോഴും പോകുന്നത്. അതുകൊണ്ട് ലൈഫിൽ എപ്പോഴും എനിക്ക് ബന്ധങ്ങൾക്ക് ഞാൻ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ചെറിയൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്ന ആളെയാണെങ്കിൽ പോലും ഞാനത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ചിലപ്പോൾ എനിക്ക് രാവിലെ തന്നെ മെസ്സേജ് നോക്കാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴാണോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാണോ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള ടൈമിൽ ഞാൻ നോക്കുകയോ ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണെങ്കിലും പ്രായഭേദം ഇല്ലാതെ ഞാൻ അവരെ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹവും റെസ്പെക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കീപ്പ് ചെയ്യുന്നതുകൊണ്ട് സ്നേഹവും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും നല്ല നല്ല റിലേഷൻസ് ഉണ്ടാവാറുണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ബന്ധങ്ങൾ ഉണ്ടാവാറില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എല്ലാ റോളിലും എങ്ങനെയാണ് അതിന് മുന്നൊരുക്കം ഉണ്ടായിരുന്നു. അതൊരു വലിയ കാര്യമൊന്നും അല്ല. കാരണം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഇവിടെ ഇരിക്കുന്ന ഇവരെല്ലാവരും തന്നെ ഈ പറയുന്ന പോലെ ഭാര്യ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും സഹോദരി എന്ന നിലയിലും മകൾ എന്ന നിലയിലും മരുമകൾ എന്ന നിലയിലും ഒക്കെ എല്ലാവരും പെർഫെക്റ്റായിട്ട് മാക്സിമം ഓടിയെത്താൻ ശ്രമിക്കുന്നവർ തന്നെയാണ്. അതുപോലെ തന്നെ ഞാനും എല്ലായിടവും ഓടിയെത്താൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും, അല്ലാതെ പ്രത്യേകതകളൊന്നുമില്ല. പിന്നെ ചിലപ്പം വർക്ക് ലോഡ് കൂടുന്ന സമയത്താണെങ്കിൽ പോലും ഈ പറയുന്ന ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. ഫാമിലി ഗെറ്റ് ടുഗദേഴ്സിനാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഗെറ്റ് ടുഗദേഴ്സ് എന്നൊക്കെ പറഞ്ഞാലും ഞാൻ എങ്ങനെയാണെങ്കിലും അതെനിക്ക് മന്ത്ലി പ്ലാനിങ് ഉണ്ടാവും, ഡെയിലി പ്ലാനിങ്ങും ഉണ്ട്. ഒരു കറക്റ്റ് പ്ലാനിങ്ങിൽ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് സമയക്കുറവൊന്നിനും തോന്നാറില്ല. എനിക്ക് ഇഷ്ടംപോലെ സമയം ബാക്കിയും കിട്ടാറുണ്ട്. അതുകൊണ്ട് മുന്നൊരുക്കങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പ്ലാനിങ്ങിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ ടൈം കിട്ടാറുണ്ട്, നല്ലപോലെ ഇതെല്ലാം കീപ്പ് ചെയ്ത് പോകാനും പറ്റാറുണ്ട്. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ പ്രത്യേകത അല്ല കേട്ടോ, നിങ്ങൾക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഇനി ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞേക്കട്ടെ, തീർന്നല്ലോ. അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ പറയാം. ഇന്നത്തെ വീഡിയോയിലൊക്കെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ Q&Aയിൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നുണ്ട്, ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുന്നവർക്കല്ല, ഷെയർ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്റ്റ് ഈ അൺസ്റ്റിച്ച്ഡ് ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. ഇത് തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കും സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ലൈക്ക് ചെയ്തോളൂ. അത് ഇന്ന് ഈ ഒരു വീഡിയോയ്ക്ക് മാത്രമല്ല, ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 4 വീഡിയോയിലും ഈ ഒരു ഗിവ് അവേ ഉണ്ട്. 4 അടിപൊളി പ്രൊഡക്റ്റുകളാണ്, 4നും ഈ ഗിവ് അവേ ഉണ്ട്. അപ്പോൾ 4ലും നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ പേജ് മസ്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാകും. സെലക്ട് ചെയ്യുന്ന ആൾക്ക് സെയിം പ്രൊഡക്റ്റ് നിങ്ങൾ പറയുന്ന കളർ കേട്ടോ, 4 കളേഴ്സ് വന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു കളറ് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കും. സൂപ്പറായിട്ടോ. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് ഓരോന്ന് വീതം ഓപ്പൺ ചെയ്ത് കാണാം. അപ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ച കിളിക്കും നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. കിളി എന്നല്ലായിരുന്നു അവിടെ വിഷുപ്രിയ പേര്. കിളിക്കും ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഒരു കുർത്തി ഗിഫ്റ്റ് ഉള്ളതായിരിക്കും. അപ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തോളൂ. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കാണാം. 1090 മാത്രമായിട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ടിഷ്യൂ ഫാബ്രിക്കിൽ, നല്ല ഭംഗിയുള്ള ടിഷ്യൂ ഫാബ്രിക്കിൽ ബനാറസി ബൂട്ടാസും ബനാറസി ബോർഡേഴ്സും ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. നല്ല രസമാണ് ടോപ്പ് വന്നേക്കുന്നത്. ഇപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇങ്ങനെയാട്ടോ. ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബനാറസി ബോർഡർ എന്നുള്ളത് ദാമനിൽ കൊടുക്കാതെ വേണമെങ്കിൽ ബോർഡർ ഇവിടെ യോക്കിൽ എവിടെയെങ്കിലും കൊടുക്കുകയോ സെൻറ്ററിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് കുറച്ചുകൂടെ ഭംഗിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല രസമാണ്. സ്ലീവിലും ഒക്കെ കിട്ടുന്ന രീതിയിൽ നല്ല ലെങ്ത്തും
ഒക്കെ കിട്ടും. സാൻറ്റോണിൽ സെയിം കളറിലാണ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് അടിപൊളിയായിട്ടാട്ടോ അതായത് ഇതുപോലെ കംപ്ലീറ്റ് 4 സൈഡ്സിലും ബനാറസി ബോർഡേഴ്സ് കൊടുത്തിട്ട് ഇതുപോലെ ബൂട്ടാസോട് കൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ഫസ്റ്റ് കളർ മൗ ഷെയ്ഡാണ്. 1090 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള 4 കളേഴ്സായിട്ടോ. ഫസ്റ്റ് കളർ മൗ ഷെയ്ഡാണ്, ബാക്കി കളേഴ്സ് വരുന്നതാണ്. സെക്കൻഡ് കളർ നല്ലൊരു ഗ്രേ ഷെയ്ഡിലായിട്ടോ വന്നേക്കുന്നത്. നല്ല ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. എത്രത്തോളം നല്ല ലെങ്ത്ത് കിട്ടും. 1 സൈഡിലാണ് ബോർഡേഴ്സ് വന്നേക്കുന്നത്. ബോർഡേഴ്സ് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ സ്ലീവിലാണെങ്കിലും സെൻറ്ററിലാണെങ്കിലും ദാമനിലാണെങ്കിലും യോക്കിലാണെങ്കിലും ഒക്കെ കൊടുക്കാൻ. നല്ല ഭംഗിയാണ് കാണാനിത്. ഇതുപോലെയാണ് ടോപ്പ് വരിക. ഈ സെയിം കളറിൽ സാൻറ്റോണിൽ ഇതിൻ്റെ ബോട്ടം വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയുമാണ് വന്നിരിക്കുന്നത്. 1090 മാത്രമാണ് പ്രൈസ്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡായിട്ടോ. അതേ ഗ്രീൻ കളർ നോക്കി അടുത്ത് വന്ന് നല്ല രസമാണ്. ടിഷ്യൂവിൽ ഇങ്ങനെ ബൂട്ടാസോടുകൂടി ബനാറസി ബൂട്ടാസും ബോർഡേഴ്സും ഒക്കെ ആയിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുർത്തിയായിട്ടോ. ചുരിദാർ സെറ്റാണ്. ഇതിൽ വന്നിരിക്കുന്ന 4th ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് പീച്ച് കളറായിട്ടോ. ഈ 4 കളേഴ്സിലാണ് ഈ പാറ്റേൺ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾക്കിത് നമ്മുടെ വെബ്സൈറ്റ് ത്രൂവോ നമ്മുടെ വാട്സാപ്പ് നമ്പർ ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിൻ്റെയും വാട്സാപ്പിൻ്റെയും ഒക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എളുപ്പം തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്.